നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വിഷയങ്ങൾ ഇസ്രായേൽ രാഷ്ട്രമായപ്പോൾ എബ്രായ ഭാഷയും ദൈവം മടക്കി വരുത്തുമെന്ന പ്രവചനം. ഈ എബ്രായ ഭാഷ എന്നുള്ളത് ഈ നിലയിൽ സംരക്ഷിക്കപ്പെടുകയും ഇന്നവിടെ സംസാരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് മിസ്റ്റർ MGS നാരായണൻ ഒരു അത്ഭുതമായിട്ടാണ് അദ്ദേഹം മനോരമയിൽ എഴുതിയിരിക്കുന്നത്. മറ്റ് ചില സംശയങ്ങൾ കൂടെ അതോടനുബന്ധിച്ച് ചോദിക്കാനായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞു തരാൻ താല്പര്യമുണ്ട്. 2 പതിറ്റാണ്ടുകൾ റേഡിയോ പ്രഭാഷണത്തിലൂടെ ഏഷ്യൻ കേൾവിക്കാർക്ക് സുപരിചിതനായ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി, ബ്രദർ ജോൺ പി തോമസുമായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയുടെ പ്രക്ഷേപണ തുടർച്ച. ബ്രദർ ജോൺ പി തോമസ് പ്രസിദ്ധ ബൈബിൾ പ്രവചന പഠിതാവാണ്. സർ, ഈ മലയാള മനോരമയിലെ ഫെബ്രുവരി 17 2005 ജെറുസലേമിൽ കണ്ട കേരളീയ നന്മകൾ എന്നുള്ള പേരിൽ വ്യാഴവട്ടം എന്ന കോളത്തില് MGS നാരായണൻ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത് ഇപ്രകാരമാണ്. അതായത് എബ്രായ ഭാഷയെക്കുറിച്ച്, ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതുകയാണ്, സംസ്കൃതത്തെപ്പോലെ പകുതിയിലേറെ പ്രാണൻ പോയി മരണശയ്യയിൽ കിടന്ന ഒരു ഭാഷയാണത്. അരനൂറ്റാണ്ടിനിടയിൽ ജൂതരാഷ്ട്രമുണ്ടാക്കിയ മഹാത്ഭുതങ്ങളിൽ ഒന്ന് ആ ഭാഷയുടെ പുനർജീവനമാണ്. അതിപ്പോൾ തികഞ്ഞ സംസാരഭാഷയും സാഹിത്യഭാഷയും ശാസ്ത്രഭാഷയും രാഷ്ട്രഭാഷയുമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. സംസ്കൃതത്തെയും അവർ അവിടെ സംരക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ എബ്രായ ഭാഷ എന്നുള്ളത് ഈ നിലയിൽ സംരക്ഷിക്കപ്പെടുകയും ഇന്നവിടെ സംസാരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് മിസ്റ്റർ MGS നാരായണൻ ഒരു അത്ഭുതമായിട്ടാണ് അദ്ദേഹം മനോരമയിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഈ ബൈബിൾ പ്രവചനങ്ങൾ എന്തെങ്കിലും സൂചന ഉണ്ടോ എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ വ്യക്തമായ ചില പ്രവചനങ്ങൾ ബൈബിളിൽ കാണുവാനായിട്ടുണ്ട്. പ്രാരംഭമായ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോളട്ടെ. ഏത് രാഷ്ട്രത്തിന്റെയും ചരിത്രം നമ്മൾ അപഗ്രഥിച്ചാൽ രാഷ്ട്രങ്ങൾ കൂടി വന്നത് ഭാഷയ്ക്കനുസരിച്ചാണെന്ന് ചരിത്രം അപഗ്രഥിച്ചാൽ കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അവരാൽ ജാതികളുടെ ദ്വീപുകൾ അതാത് ദേശത്തിന്റെ ഭാഷയായും ജാതിയായും കുലമായി പിരിഞ്ഞു. ഭാഷയായി ജനങ്ങള് തിരിയുവാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ലോകത്തിലെ രാഷ്ട്രങ്ങൾ പണിയുവാനായിട്ട് ബാബേലിന്റെ ശേഷം തുടങ്ങുന്നത്. നമ്മൾ ആ വിധത്തിൽ ചിന്തിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ചു കൂടാൻ കാരണം അതിന്റെ പുറകിൽ ഒരു അടിസ്ഥാനപരമായ ഒരു ഭാഷയുണ്ടായിരുന്നു, ഒരു ദേശീയ ഭാഷ. അങ്ങനെ നമ്മൾ അപഗ്രഥിച്ചാൽ യഹൂദനെ സംബന്ധിച്ച് അവരെ പിടിച്ചു നിർത്തിയ, ഒന്നാക്കി നിർത്തിയ ഒരു ഭാഷയാണ് എബ്രായ ഭാഷ. എന്നാൽ എബ്രായ ഭാഷ വാസ്തവത്തിൽ ഇപ്പോഴ് നമ്മൾ മനോരമയിൽ വായിച്ച പോലെ ഏതാണ്ട് മൃതമായ, മരിച്ചുപോയ ഒരു ഭാഷയായിരുന്നു. അതിന് കാരണം ഏതാണ്ട് 47 തലമുറകൾ 2000 വർഷങ്ങളോളം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അവർ ചിതറിക്കിടന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ പോയി ഒരു 100 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ കുഞ്ഞുങ്ങള് മലയാള ഭാഷ സംസാരിക്കുമോ? വലിയ പ്രയാസമാണ്. ഈ അടുത്തിടെ തന്നെ ഒരു 3 വർഷം ഗൾഫിൽ പോയി വന്ന ഒരു പയ്യനോട് ഞാൻ ചോദിച്ചപ്പോൾ മലയാളം അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ കുഴച്ചറിയാമെന്നാ പറഞ്ഞത്. കുഴച്ച് അതെ, അത്ര പെട്ടെന്ന് അവരും ഭാഷ മറന്നു പോവുകയാണ്. ഈ ജനറേഷൻസ് സ്വന്തം ഭാഷ ഉപയോഗിക്കാതിരുന്ന അവർ മറന്നുപോകും. ഒരു 100 വർഷം അമേരിക്കയിലോ മറ്റോ താമസിച്ചിട്ട് മടങ്ങി വരുന്നവര് ആ മാതൃഭാഷ മറന്നു പോവുകയാണ്. അതെ, ഇവിടെ 2000 വർഷത്തോളം 47 തലമുറകളായി അവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറിക്കിടന്നു. അവരുടെ ഭാഷയ്ക്ക് 2 പ്രത്യേകതകളുണ്ടായി. ഒന്ന്, ചിലര് ആ ദേശത്തുള്ള ഭാഷയും അവരുടെ ഭാഷയും കൂടെ കൂടിക്കലർന്ന് ഒരു സംസാര ഭാഷ ഉണ്ടാക്കി. ലോക ചരിത്രത്തിൽ ഇന്ന് അറിയപ്പെടുന്ന യിഡിഷ് എന്നും ലാഡിനോ എന്ന് പറയുന്ന ഭാഷകളുണ്ട്. യിഡിഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജർമ്മൻ ഭാഷയും യഹൂദ ഭാഷയും കൂടെ ചേർന്നുണ്ടായ ഭാഷയാണ്. അതൊരു സങ്കരഭാഷയാണ്. ലാഡിനോ ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷ് ലാംഗ്വേജും യഹൂദന്റെ എബ്രായ ഭാഷയും കൂടെ ചേർന്നതിനാൽ ലാഡിനോ എന്ന് പറയുന്നത്. അത് ശരി. അങ്ങനെ ഇവരുടെ ഭാഷകൾ മറ്റ് ഭാഷകളുമായിട്ട് ചേർന്ന് മലിനപ്പെട്ടു പോവുകയും ഒരു നല്ല ശതമാനം ആളുകൾ ഈ മാതൃഭാഷ സംസാര ഭാഷ അല്ലാതാക്കി അവരുടെ സിനഗോഗുകളിൽ മാത്രം അവരുടെ ന്യായപ്രമാണങ്ങൾ വായിക്കുന്ന ഭാഷയായിട്ട് അത് തീരുകയാണ്. അത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഹോളി ലാംഗ്വേജ്, ഒരു വിശുദ്ധ ഭാഷ എന്നുള്ള നിലയിലായിത്തീർന്നതാണോ പറയുന്നത്? അതാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം.
സിനഗോഗുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിട്ട് അവരുടെ ടോറ അല്ലെങ്കിൽ അവരുടെ ന്യായപ്രമാണങ്ങൾ വായിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയായി. അത് ശരി. എന്നാൽ ഈ ഭാഷ മിക്കവാറും മറന്നുപോയി. ഇപ്പൊ മനോരമയിൽ നമ്മൾ വായിച്ച പോലെ തന്നെ മൃതമായി കിടന്ന ഇപ്പൊ സംസ്കൃത ഭാഷ സംസാരിക്കാറുണ്ടോ? വലിയ പ്രയാസം, അപൂർവമായിട്ടേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതുപോലൊരു ഭാഷയായിട്ട് ഈ ഭാഷ മാറി. എന്നാൽ ബൈബിളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവരെ മടക്കിക്കൊണ്ടുവരുന്ന ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തു. അവരെ മടക്കിക്കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ കരമാണ്. അത് വളരെ വ്യക്തമായി നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഓർക്കുകയുണ്ടായി. അത് ദൈവമാണ് അവരെ മടക്കിക്കൊണ്ടുവരുന്നതെന്നും മനുഷ്യന്റെ കരമല്ല അവരെ മടക്കിക്കൊണ്ടുവന്നതെന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. വേണമെങ്കിൽ ഒരു വാക്യം കൂടെ അതുള്ള ബന്ധത്തിലൊന്ന് വായിക്കാം. ജെരമ്യാ പ്രവചനം 31:10 വാക്യം. അത് വായിച്ചിട്ട് നമുക്ക് ഈ ഭാഷയുള്ള ബന്ധത്തിലൊന്ന് ചിന്തിക്കാം. ജെരമ്യാ 31:10 വാക്യം വായിക്കുമ്പോൾ ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. യഹൂദനെ ചിതറിച്ചതും മടക്കി കൊണ്ടുവന്നതും ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്. യെരമ്യാ പ്രവചനം 31:10 വാക്യം. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ജാതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ, ദൂരദ്വീപുകളെ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രയേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. കണ്ടോ, ദൈവം പറയുകയാണ്, ലോക ജനങ്ങളോട് വിളിച്ചു പറയുക, ദ്വീപുകളിൽ വിളിച്ചു പറയേണ്ട ഒരു വാർത്തയാണ്. എന്ത്? ഇസ്രയേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിവരുത്തി. അതായത് ഇസ്രയേലിനെ അവരുടെ പാപനിമിത്തം ചിതറിച്ചത് ദൈവമാണ്. ആ ദൈവം തന്നെ അവരെ കൂട്ടിവരുത്തി. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് ശരി. മനുഷ്യന് ഒരുപക്ഷെ ഇത് അവിചാരിതമാണെന്ന് ചിന്തിച്ചേക്കാം. അവരുടെ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ ശിക്ഷിച്ചതാണ്, അവരെ ലോകത്തിൽ ചിതറിച്ചു കളഞ്ഞത്. ഇവരെ മടക്കിക്കൊണ്ടുവന്നതും ദൈവമാണെന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ എസെക്കിയേൽ 36 ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അനേക പ്രാവശ്യം ദൈവം പറഞ്ഞു, ഞാനത് ചെയ്യും. ഐ വിൽ. അവർ മടങ്ങി വന്നതിന്റെ കാരണം ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. വേണേ ഒരു വാക്യം കൂടെ നോക്കൂ. എസെക്കിയേൽ 36 24 വാക്യം നോക്കൂ. അത് ദൈവം ചെയ്യുന്നതായിട്ട് ദൈവം പറയുന്നത്. ഏതാണ്ട് 21 പ്രാവശ്യം ആ അധ്യായത്തിൽ താനത് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഐ വിൽ എന്ന്. 36:24 വായിച്ചു നോക്കിയേ. എസെക്കിയേൽ 36:24 വാക്യം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. അപ്പം ദൈവമാണ് അവരെ വരച്ചത്. അതാണ് യെരമ്യാവിലൂടെ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ചിതറിച്ചു, ഞാൻ നിങ്ങളെ കൂട്ടിവരുത്തി. ഇത് ലോകജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ദൈവം പറയുകയാണ്. കാരണം ദൈവത്തിന്റെ കരമാണ്, ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ ദൈവം ഇവരെ മടക്കി കൊണ്ടുവരുമ്പോൾ ഇവരുടെ മരിച്ചുപോയ മൃതപ്രായമായ ഭാഷ വീണ്ടും അവർ മാതൃഭാഷ പോലെ അവരുടെ ദേശത്ത് സംസാരിക്കുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓഹോ, അങ്ങനെയുള്ള പ്രവചനം വേദപുസ്തകത്തിലുണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? ഞാൻ 2 വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ വായിച്ചേൽപ്പിക്കാം. ഒന്ന്, ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സഫന്യ പ്രവാചകൻ 3 സഫന്യ പ്രവചനം 3:9 ഞാനത് വായിക്കാം. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ളൊരു അധരങ്ങളെ വരുത്തും. ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കട്ടെ, ലിവിംഗ് ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്. At the time, I will change the speech of my returning people to pure Hebrew so that all can worship together. പ്യുവർ ഹീബ്രു എന്നവിടെ പ്രത്യേക ഇംഗ്ലീഷ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പേ ചിന്തിച്ചു അവരുടെ ഭാഷ മലിനപ്പെട്ടുപോയി. ഇവിടെ പറയുന്നത് at the time, when I will change the speech of my returning people to pure Hebrew. അവരെ ഞാൻ മടക്കി കൊണ്ടുവരുമ്പോൾ അവരുടെ ഭാഷ ശുദ്ധമായ എബ്രായ ഭാഷയിലോട്ട് ഞാൻ മാറ്റുവന്ന. ഇനി വേറൊരു വാക്യം കൂടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അതോട് ചേർത്ത് നമുക്ക് യെരമ്യാ പ്രവചനം തന്നെ 31:23 വായിച്ചു നോക്കിയാട്ടെ. യെരമ്യാ പ്രവചനം ഇപ്പൊ നമ്മൾ യെരമ്യാവിൽ നിന്ന് വായിക്കുകയുണ്ടായി. അതേ അധ്യായത്തിൽ നിന്ന് തന്നെ ദൈവം മടക്കിക്കൊണ്ടുവരുന്ന കാര്യം നമ്മൾ 31:10 വായിക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചോട്ടെ. അതിന് 23 വായിച്ചാട്ടെ. 31:23. അതെ. ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതി നിവാസമേ, വിശുദ്ധ പർവ്വതമേ, യഹോവ നിന്നെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നീ വാക്ക് പറയും. അത് ഞാനത് ഇംഗ്ലീഷിൽ വീണ്ടും ഞാൻ വായിച്ചേൽപ്പിക്കാം. Thus says the Lord of hosts, the God of Israel, they shall again use this speech in the land of Judah and its cities when I bring back their captivity. അവരുടെ പ്രവാസികളെ ഞാൻ മടക്കി വരുത്തുമ്പോൾ വീണ്ടും അവരുടെ പട്ടണങ്ങളിൽ അവർ ഈ ഭാഷ സംസാരിക്കും. അത് ശരി. അപ്പോൾ 2 പ്രവാചകന്മാർ അവരുടെ ഭാഷ സംസാരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇവർ രാഷ്ട്രമാകുവാൻ മടങ്ങി വന്നപ്പോൾ ഏതാണ്ട് 40 ഭാഷകൾ അവർ സംസാരിക്കുമായിരുന്നു. ഇസ്രയേലിൽ അവരുടെ സ്വന്തം രാഷ്ട്രം നേടി മടങ്ങി വന്നപ്പോഴുള്ള സംഭവമായി പറയുന്നത്. ഉള്ളപ്പോൾ അവർ ഏതാണ്ട് 40 ഭാഷകൾ സംസാരിക്കുകയും ജനങ്ങളിൽ ഏതാണ്ട് പകുതിയോളം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വയ്യാതായി.
കാരണം പലരും പല ഭാഷയാണ് പല സംസാരിക്കുന്നത്. ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവർക്ക് പരസ്പരം സംസാരിപ്പാൻ സാധ്യമല്ലാതെ പോയി. എന്നാൽ വാസ്തവത്തിൽ അവരുടെ ഭാഷ മടക്കി കൊണ്ടുവന്നത് എലിയാസാർ ബെൻ യഹൂദ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം പാരീസിൽ ഒരു കളപ്പുരയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. താൻ ഇങ്ങനെ ഒരു ഭാഷ ഇവരുടെ മടക്കി കൊണ്ടുവരണമെന്നുള്ളൊരു ദർശനം. അത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്നുള്ളതൊന്നും ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വാദിക്കുന്നില്ല. ഏതാണ്ട് 1878 അദ്ദേഹം അത് ദർശനം കാണുന്നത്. എന്നാൽ അദ്ദേഹം ആ ഭാഷ മടക്കിക്കൊണ്ടിരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം ആണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആയ ഡെബോറയുമായിട്ട് താൻ കപ്പൽ കയറി പലസ്തീനിൽ ചെന്നിറങ്ങിയാണ്. പക്ഷെ അവർ പോകുന്ന വഴിക്ക് തന്നെ അവർ പരസ്പരം ഒരു ഉടമ്പടി ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ ഭവനത്തിൽ എബ്രായ ഭാഷയല്ല നമ്മൾ ഇനിയും വേറെ ഒന്നും സംസാരിക്കില്ല. അത് ശരി. അദ്ദേഹം വെയിലിംഗ് വോൾ വിലാപമതിലിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന യഹൂദന്മാരെ കണ്ടു. അവരോട് എബ്രായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ കൊല്ലുവാൻ അവർ കല്ലെടുക്കുകയാണ്. കാരണം ഈ വിശുദ്ധ ഭാഷ അവരോട് സംസാരിക്കുന്നു. വിശുദ്ധ ഭാഷ സാറ് മുമ്പേ പറഞ്ഞതുപോലെ സിനഗോഗിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ സംസാര ഭാഷയായി ഒരാൾ ഉപയോഗിച്ചപ്പോൾ അവർ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? അവർ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. ചരിത്രം അത് പറയും. തന്റെ ഭാര്യ മരിച്ചു, ജനത്തിന്റെ എതിർപ്പുകളുണ്ടായി. എന്നാൽ സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ സ്ഥാപകനായ തിയോഡോർ ഹെർസൽ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ട് യഹൂദന്മാരോട് ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ ആവശ്യപ്പെടുകയും ഈ മനുഷ്യൻ ഏതാണ്ട് 8 വോളിയമുള്ള അവരുടെ ഹീബ്രു ഡിക്ഷണറി എഴുതിയുണ്ടാക്കി, പുതിയ വാക്കുകൾ എഴുതിയുണ്ടാക്കി. അങ്ങനെ ഈ ഭാഷ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചു. നെവർ ഇൻ എ വേൾഡ് ഹിസ്റ്ററി ഹാസ് ദിസ് ഹാപ്പൻ. ദർ ഇസ് എ റിവൈവൽ ആൻഡ് റിസറക്ഷൻ ഓഫ് എ ഡെഡ് ലാംഗ്വേജ്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ മരിച്ചുപോയ ഒരു ഭാഷ ഉണർത്തപ്പെട്ട് പുതുജീവൻ പ്രാപിച്ച് ഒരു ഭാഷയായിട്ട് തീർന്നല്ലോ ലോക ചരിത്രത്തിൽ വേറെ എങ്ങും സംഭവിച്ചിട്ടില്ല. ഇതുപോലെ ശക്തമായിട്ട് ഉണർന്നു വന്ന വേറൊരു ഭാഷയില്ല ലോകത്തിൽ, ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ശരി. ഉറങ്ങിപ്പോയ മറന്നുപോയ ഭാഷ വീണ്ടും ഒരു രാഷ്ട്രത്തിന്റെ ഭാഷയായി തീർന്നിട്ടില്ല. ഇന്ന് യഹൂദന്റെ മാതൃഭാഷ എബ്രായ ഭാഷയാണ്. ഇന്ന് അവിടെ ഇമിഗ്രൻസ്, അവിടെ കുടിയേറ്റക്കാർ ചെല്ലുമ്പോൾ അവർ ഏതാനും മാസം ഭാഷ പഠിച്ചിരിക്കണം. നിർബന്ധമാണ്. ഇന്ന് അവരുടെ എഴുത്തുകളും അവരുടെ രാഷ്ട്രത്തിന്റെ സകല ഭാഷകളും അവരുടെ മാതൃഭാഷയായി തീർന്നു. അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ബൈബിൾ പ്രവചനമായിരുന്നു വാസ്തവത്തിൽ ഈ എബ്രായ ഭാഷ എന്നുള്ളത്. അവർ മടങ്ങി വരുമ്പോൾ അത് ഉണർന്ന് എഴുന്നേൽക്കുമെന്നും അത് യഹൂദന്റെ പ്രധാന ഭാഷയായിട്ട് മാതൃഭാഷയായിട്ട് ജീവിക്കുമെന്നുള്ളതും അത് ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ഒന്നും അവിചാരിതമല്ലെന്നും സർവശക്തനായ ദൈവത്തിന്റെ കരം വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പോലെ ചരിത്രത്തിൽ ചലിക്കുന്നു എന്നുള്ളത് ഞാൻ എന്റെ ദൂതുകളിൽ ഞാൻ ഓർപ്പിച്ചു. ഇവരെ ദൈവം നമുക്കൊരു അടയാളമായി തന്നിരിക്കുക. വെളിപ്പാട് ദിവസം 12:1 വലിയൊരു അടയാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ഗ്രേറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിപ്പാൻ സാധ്യമല്ലാത്ത മനുഷ്യവർഗത്തിന് വേണ്ടി ഉയർത്തപ്പെട്ട ഒരു കൊടിയാണെന്നും അടയാളമാണെന്നും പറയുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സാറ് പരിചയപ്പെടുത്തുന്ന ഈ ദൈവം, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ചരിത്രത്തിൽ തന്റെ കരങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ജീവനുള്ള ദൈവത്തെക്കുറിച്ചാണ് സാറ് നൽകുന്ന സന്ദേശം. അതെ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? 2500 വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആർക്ക് പറയാൻ കഴിയും? തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നേ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രവചനങ്ങളും ബൈബിളിന്റെ ഭാഗങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ചരിത്രത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അതേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അതെ. ഇത് മാത്രമല്ല, ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങൾ ഞാനൊന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഇതൊന്നും അവിചാരിതമായിട്ട് സംഭവിക്കുന്നതല്ല. ഇത് വേദപുസ്തകം പഠിക്കുന്ന, ബൈബിള് പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിക്കല്ലാതെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത്ര ഗൗരവപൂർണമായൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ ദൈവം ജീവിക്കുന്നവനാണെന്നും ബൈബിള് മുമ്പ് ജീവിച്ചിരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി മാത്രം എഴുതിയതല്ലെന്നും ഓരോ തലമുറയിലും ഇന്നും ജീവിക്കുന്ന ജനറേഷൻ തലമുറ മനസ്സിലാക്കേണ്ട, ബുദ്ധിമാന്മാർ ഗ്രഹിക്കേണ്ട ദൈവിക സന്ദേശവും ദൈവത്തിന്റെ മനുഷ്യനോടുള്ള അരുളപ്പാടുമാണെന്ന് വളരെ വ്യക്തമായി നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഏതായാലും ഈ എബ്രായ ഭാഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവിക പ്രവചനങ്ങളും ബൈബിളിലുണ്ട് എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് പിന്നെയും തോന്നുകയാണ്. ഒരർത്ഥത്തിൽ ഈ പ്രവചനപരമായിരിക്കുന്ന എബ്രായ ഭാഷയെക്കുറിച്ചുള്ള കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിച്ചനുസരിച്ച് ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ അതിന്റെ പിന്നിൽ ജീവനുള്ള ദൈവത്തിന്റെ ആ സ്നേഹഭാഷ മനസ്സിലാക്കുവാൻ ഈ എബ്രായ ഭാഷ പ്രവചിച്ച ദൈവം അത് നിവൃത്തിയിലേക്ക് കൊണ്ടുവന്നു എന്ന് കേൾക്കുന്ന ആ കാര്യവും
നമ്മുടെ കേൾവിക്കാർക്ക്, ഇത് പഠിക്കുന്ന പഠിതാക്കൾക്ക് ആ സ്നേഹത്തിന്റെ രാജാവിനെ മനസ്സിലാക്കുവാൻ, സ്നേഹത്തിന്റെ രാജാവിനെ സ്വാഗതമരുളുവാൻ കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥായേശുവേ, നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. ഹൃദയത്തിൻ കോവിലിൽ പ്രഭ തൂകും ദീപമായി നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥായേശുവേ, നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. 1935 അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഹാരി റിമർ 27 രാജ്യങ്ങളോടായി ഒരു ചോദ്യമുന്നയിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ അശാസ്ത്രീയമെന്ന് പറയുന്ന ആർക്കും $1000 ഇനാം. 1935 ഹാരി റിമർ പ്രഖ്യാപിച്ച $1000 അന്നു മുതൽ ഇന്ന് വരെ ഇവിടെയുള്ള നാസ്തിക പങ്കാചാര്യന്മാരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലിസിന്റെ വാളുപോലെ തൂങ്ങിക്കിടക്കവേ ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ ബൈബിൾ കാലത്തിലൂടെ എന്റെ ജയത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാകുന്നു. സുന്ദര ഗാനങ്ങളും സംക്ഷിപ്ത സന്ദേശങ്ങളും സംഗമിച്ച് സകലർക്കും സമാശ്വസിക്കുവാൻ ഇതാ സുവർണ നിമിഷങ്ങൾ സമാഗതമായി. ഇന്ന് നമുക്ക് സന്ദേശം നൽകുന്നത് ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ. ഞാൻ ഈ ആർക്കിയോളജി മേഖല, പുരാവസ്തു ഗവേഷണ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ഒത്തിരി പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരാളായിരുന്നു ഡോക്ടർ മെൽവിൻ ജി കൈൽ എന്ന് പറയുന്നയാള്. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന കൂടെ വായിച്ചു കേൾപ്പിക്കാം. ബൈബിളിൽ പറയുന്ന വസ്തുതാ പ്രസ്താവനകളെ അവിശ്വസിക്കത്തക്കതായ ഒരു തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് പറയുന്നത് ആർക്കിയോളജി മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതായിരിക്കുന്ന ഒരു ഡോക്ടർ മെൽവിൻ ജി കൈൽ പറയുന്നതാണ്. വസ്തുതാ പ്രസ്താവനകളാണ് ബൈബിളിലുള്ളതെല്ലാം. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒന്നും ഞങ്ങൾ കുഴിച്ചെടുത്തിട്ടില്ല, ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ധാരാളം തെളിവുകൾ ഇതോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കാര്യം കൂടെ, ഒരു ഓക്സ്ഫോർഡ് പണ്ഡിതനായിരുന്ന സർ വില്യം റാംസെ പല വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സ്കോട്ട്ലൻഡിലെ അബർഡീൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഓഫ് ഹ്യൂമാനിറ്റി ആയിട്ട് ജോലി ചെയ്തയാളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എത്രയധികം ഞാൻ പുതിയ നിയമം പഠിക്കുന്നുവോ അത്രയധികം അതിന്റെ സമ്പൂർണ്ണ വിശ്വാസ്യതയെപ്പറ്റി ബോധവാനാകുന്നു. പ്രവചന കൃത്യത നിമിത്തവും ബൈബിൾ ദൈവത്തിന്റെ നിസ്തുലമായ വചനമാണ്. ബൈബിൾ പ്രവചനങ്ങൾക്ക് തുല്യം മറ്റൊന്നില്ല, മറ്റൊരിടത്തുമില്ല, മറ്റൊരു ഗ്രന്ഥത്തിലും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേക പ്രവചനങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ദൈവം മുൻകൂട്ടി പ്രവചിച്ചു. അത് സമൂഹത്തെക്കുറിച്ച് പ്രവചനങ്ങളുണ്ട്, സാമ്രാജ്യങ്ങളെക്കുറിച്ചുണ്ട്, വ്യക്തികളെക്കുണ്ട്, യഹൂദന്മാരെക്കുറിച്ച്, ഇസ്രായേലിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ട്. ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രവചനം നമുക്ക് കാണാനായിട്ട് കഴിയും. നെബൂഖദ്നേസറിനെക്കുറിച്ച്, അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. ഞാൻ മറ്റുള്ളതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചാലും യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏതാണ്ട് 1000-ഓളം പ്രവചനങ്ങളാണ് ബൈബിളിലുള്ളത് എന്ന് യഹൂദ ചരിത്രകാരനായ യോസീഫസ് തന്നെ പറയുന്നുണ്ട്. അതിൽ കുറഞ്ഞത് 900 പ്രവചനങ്ങളെങ്കിലും വ്യക്തമായിട്ടുണ്ട്. കർത്താവിന്റെ ഈ ലോകത്തിലെ ഏകദേശം 33.5 വർഷകാല ജീവിതത്തിനുള്ളിൽ ഈ 900 പ്രവചനങ്ങളിൽ 300 പ്രവചനങ്ങൾ ക്രിസ്തുവിൽ അന്ന് തന്നെ നിറവേറുകയുണ്ടായി. ജോഷ് മക്ഡോവൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു അപ്പോളജിസ്റ്റിക്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നൂറ്റാണ്ടുകൾ മുമ്പ് കൊടുത്ത പ്രവചനത്തിന്റെ 8 പ്രവചനങ്ങളുടെ പ്രവചന സാധ്യത എന്ന് പറയുന്നത് ഇപ്രകാരം: ഒരാളെപ്പറ്റി 8 പ്രവചനങ്ങളെങ്കിലും നിവൃത്തിയാകുവാനുള്ള സാധ്യത 1 മുമ്പിൽ 17 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യയിൽ 1 മാത്രമാണ്. ഇനി 48 പ്രവചന നിവൃത്തി സാധ്യത 1 മുമ്പിൽ 157 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യയിൽ 1 മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി നിൽക്കുന്ന ഒരു 250 പ്രവചനങ്ങൾ നിവൃത്തിയാക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ക്രിസ്തുവിനെക്കുറിച്ച് 900 പ്രവചനങ്ങളുണ്ട്. താൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ 900 പ്രവചനങ്ങളിൽ 300 എണ്ണം ക്രിസ്തുവിന്റെ 33 തിരുവയസ്സിൽ തന്നെ നിറവേറിയിട്ടുണ്ട്. ഇനിയുള്ളൊരു 250 കൂടെ നിറവേറാനായിട്ടുണ്ട്. അങ്ങനെ നിറവേറ്റാൻ കഴിയുന്നയാൾ ക്രിസ്തു മാത്രമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. ഈ ബൈബിളിന്റെ വിശ്വാസ്യത, ബൈബിളിന്റെ ആധികാരികത നമ്മുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കേണ്ടതാണ്. ബൈബിളിലേക്ക് മടങ്ങി വരൂ, അവിടെ കാണാം ഈ കഴിഞ്ഞ കാല ചരിത്രവും ഇന്നത്തെ വർത്തമാനകാല ചരിത്രവും നാളത്തെ ഭാവിയും ബൈബിളിന്റെ പേജുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അനുഗ്രഹീത ഗ്രന്ഥം താങ്കൾക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മോക്ഷത്തിന്റെ വീതിയിൽ നീങ്ങിടുവിൻ, മോഹ
മോഹത്തിന്റെ പാത വെടിഞ്ഞിടുവിൻ, മാനസാന്തരപ്പെടുവിനെല്ലാവരും. സ്വർലോകരാജ്യം സമാഗതമായി സത്യദൈവപുത്രനാകുമേശുവിനെ സത്യമായി വിശ്വസിച്ചിന്നാരാധിക്കാം. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിനു മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ? കർത്താവേ, അങ്ങയുടെ മരണം എന്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു. ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്നേഹം എത്ര ശ്രേഷ്ഠം, എത്ര ധന്യം നിൻ സ്നേഹം, എത്ര ശ്രേഷ്ഠം. കൂടുതൽ വിവരത്തിനും സൗജന്യ പുസ്തകത്തിനും ഇന്നു തന്നെ കത്തയക്കുക. ഞങ്ങളുടെ വിലാസം പറയുന്നു: ജീവജലം പോസ്റ്റ്പോസ്റ്റാലെ പുതുപ്പള്ളി പിയ കോട്ടയം 11. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com, PEACETRACT, peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.